അപ്പോൾ സിസ്റ്റർ അവനോട് സ്നേഹത്തോടെ സംസാരിച്ചപ്പോൾ അവൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് സിസ്റ്ററിനോട് ചോദിച്ചെന്ന്, സിസ്റ്ററെ, ഞാൻ സിസ്റ്ററിനെ അമ്മ എന്നൊന്ന് വിളിച്ചോട്ടെ, ഞാൻ ആ മടിയിലൊന്ന് കിടന്നോട്ടെ എന്ന് ചോദിച്ചെന്ന്. പ്രായമായ സിസ്റ്റർ. അപ്പം സിസ്റ്റർ പറയാം, അവൻ അമ്മയുടെ സ്നേഹം ലഭിക്കാത്ത കുട്ടിയാണ്. അമ്മയുടെ സ്നേഹം വളരുന്ന ആ പ്രായത്തിൽ അനുഭവിക്കാതെ അതിൻ്റെ മുറിവുകളുമായി വളർന്നവനാണ്. പുതിയ നാടിൻ വെളിച്ചങ്ങൾ നിന്നെ മയക്കിടും നേരത്തും ഇന്നലെയും ഇന്നും മാറാത്തവൻ യേശു നിൻ കൂടെയുണ്ടല്ലോ. ഫസ്റ്റ് ഇറ്റ് ഷുഡ് ബിഗിൻ അറ്റ് ഹോം, അല്ലേ? ചാരിറ്റി ഷുഡ് ബിഗിൻ അറ്റ് ഹോം. നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ വേണം അത് സ്റ്റാർട്ട് ചെയ്യാൻ, അല്ലേ? ക്രൂശിൻ നിഴലിൽ വെച്ചിടണം, ദൂരദേശം പോയാലും മകനെ. നമുക്ക് ദൈവത്തോട് തന്നെ, ചിലപ്പം എനിക്ക് ഈ ഒരു കോൺസെപ്റ്റ് ഇല്ലായിരുന്നു കേട്ടോ, ദൈവത്തോട് നമുക്ക് ജനറസ് ആയിരിക്കാമോ എന്ന്. ഹായ് എവരി വൺ. സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ദശാംശത്തെക്കുറിച്ചാണ് ക്ലാസ് എടുത്തത്. അപ്പോൾ ദശാംശം കൊടുത്തപ്പോൾ എൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ, എൻ്റെ ജീവിതത്തിൽ വന്ന മെറ്റീരിയൽ ബ്ലെസ്സിങ്സ്, എൻ്റെ മനോഭാവത്തിൽ വന്ന മാറ്റങ്ങൾ, അതൊക്കെയാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഷെയർ ചെയ്തത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിൻ്റെ മറ്റൊരു തലമാണ്, അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സമ്പത്തിൻ്റെ ഒരു ഭാഗം കൊടുക്കുന്നതിനെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ചാരിറ്റിയുടെ മറ്റ് വശങ്ങളെക്കുറിച്ചാണ്, അല്ലെ മറ്റ് ഡിമെൻഷൻസ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, അല്ലേ? പല മാനങ്ങളുണ്ട്, അല്ലെങ്കിൽ പല വശങ്ങളുണ്ടെന്ന് നമ്മൾ പറയുമല്ലോ. സമ്പത്ത് മാത്രമല്ല ചാരിറ്റി എന്ന് പറയുന്നത്. നമ്മളുടെ സമയത്തിൻ്റെ 1/10 കൊടുക്കുന്നത്, അല്ലെ? 1/10 വിചാരിക്കേണ്ട, നമ്മുടെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന സമയത്തിൻ്റെ ഒരു ഭാഗം മറ്റുള്ളവർക്കായിട്ട് നീക്കി വെക്കുന്നത്, നമ്മളുടെ ആരോഗ്യം ഉപയോഗിച്ച് മറ്റുള്ളവർക്ക് സർവീസ് ചെയ്യുന്നത്, അതൊക്കെയും ചാരിറ്റിയുടെ ഭാഗം തന്നെയാണ്, അല്ലേ? അപ്പം അതെല്ലാം ചെയ്യുമ്പോഴാണ് ഈ ചാരിറ്റി എന്ന് പറയുന്നത് പൂർണ്ണമാകുന്നത്. അപ്പം ഞാൻ ഈ ക്ലാസ് തുടങ്ങുമ്പോൾ തന്നെ വായിക്കാൻ ആഗ്രഹിക്കുന്നത് മത്തായിയുടെ സുവിശേഷത്തിൽ കർത്താവ് പറയുന്ന അവസാന വിധി എന്ന് പറയുന്ന ഒരു ഭാഗത്തെക്കുറിച്ചാണ്. മദർ തെരേസയുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ച ഒരു വചനമാണ്. അപ്പം അത് തന്നെ വായിച്ചുകൊണ്ട് തുടങ്ങാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. മത്തായി 25:31 തൊട്ട് അവസാന വിധി. മനുഷ്യപുത്രൻ എല്ലാ ദൂതന്മാരോടും കൂടി മഹത്വത്തിൽ എഴുന്നള്ളുമ്പോൾ അവൻ തൻ്റെ മഹിമയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകും. അവൻ്റെ മുമ്പിൽ എല്ലാ ജനതകളും ഒരുമിച്ച് കൂട്ടപ്പെടും. ഇടയൻ ചെമ്മരിയാടുകളെ കോലാടുകളിൽ നിന്ന് വേർതിരിക്കുന്നത് പോലെ അവൻ അവരെ തമ്മിൽ വേർതിരിക്കും. അവൻ ചെമ്മരിയാടുകളെ തൻ്റെ വലതുവശത്തും കോലാടുകളെ ഇടതുവശത്തും നിർത്തും. അനന്തരം രാജാവ് തൻ്റെ വലതുഭാഗത്തുള്ളവരോട് അരുളിച്ചെയ്യും, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ. എന്തെന്നാൽ എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നു. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ഞാൻ കാരാഗൃഹത്തിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ നീതിമാന്മാർ ഇങ്ങനെ മറുപടി പറയും, കർത്താവേ, നിന്നെ വിശക്കുന്നവനായി കണ്ട് ഞങ്ങൾ ആഹാരം നൽകിയതും ദാഹിക്കുന്നവനായി കണ്ട് കുടിക്കാൻ നൽകിയതും എപ്പോൾ? നിന്നെ പരദേശിയായി കണ്ട് സ്വീകരിച്ചതും നഗ്നനായി കണ്ട് ഉടുപ്പിച്ചതും എപ്പോൾ? നിന്നെ ഞങ്ങൾ രോഗാവസ്ഥയിലോ കാരാഗൃഹത്തിലോ കണ്ട് സന്ദർശിച്ചത് എപ്പോൾ? രാജാവ് മറുപടി പറയും, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്, അല്ലേ? അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? അപ്പം ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. ഞാൻ വിശക്കുന്നവനായിരുന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷണം തരുന്നു. ഞാൻ കാരാഗൃഹത്തിലായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. അങ്ങനെ കാരുണ്യ പ്രവൃത്തികളുടെ ഒരു വലിയ ലിസ്റ്റ് തന്നെ കർത്താവ് പറഞ്ഞു, അല്ലേ? ഈ എല്ലാ ലിസ്റ്റും നോക്കുമ്പോൾ ധനം കൊണ്ടല്ല നമ്മളിതെല്ലാം ചെയ്യുന്നത്, അല്ലേ? ധനം കൊണ്ട് ചെയ്യാവുന്ന കുറേ സെറ്റ് ഓഫ് കാര്യങ്ങളുണ്ട്, അല്ലേ? പക്ഷേ അതിനേക്കാൾ ഉപരിയായി നമ്മളുടെ സമയം കൊണ്ട്, നമ്മളുടെ ആരോഗ്യം കൊണ്ട്, നമ്മളുടെ സ്നേഹം കൊണ്ട്, നമ്മളുടെ ഉപവി കൊണ്ട് ഒക്കെ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണ് ഇതിലെ ഓരോ ലിസ്റ്റും, അല്ലേ? അപ്പോൾ ഇതൊക്കെയും നമ്മൾ ചെയ്യുമ്പോൾ മാത്രമേ നമ്മളൊരു ഫുള്ളി ചാരിറ്റബിൾ പേഴ്സൺ ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പം എന്നെ വളരെ ആഴത്തിൽ സ്പർശിച്ച ഒരു കാര്യം ഞാൻ പറയാം. എനിക്കൊരു സിസ്റ്ററിനെ അറിയാം, വളരെ പ്രായമായ ഒരു സിസ്റ്ററാണ്. അപ്പോൾ സിസ്റ്റർ ഒത്തിരി വർഷം പ്രിസൺ മിനിസ്ട്രിയിൽ
ജോലി ചെയ്ത സിസ്റ്ററാണ്. അപ്പോൾ സിസ്റ്റർ പ്രസൻറ്റ് മിനിസ്ട്രിയിലും ഈ ജുവനൈൽ ഹോംസിലും ഒക്കെ സന്ദർശിക്കുകയും അവരുടെ ഇടയിൽ ഒത്തിരി കാരുണ്യ പ്രവർത്തനമൊക്കെ ചെയ്യുകയും ചെയ്ത ഒരു സിസ്റ്ററാണ്. അപ്പോൾ സിസ്റ്ററിൻ്റെ ഒത്തിരി അനുഭവങ്ങൾ പറയുമായിരുന്നു. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു, ഞാൻ ഒത്തിരിയേറെ കുഞ്ഞുങ്ങളുമായിട്ടും അല്ലെങ്കിൽ മുതിർന്നവരുമായിട്ടും സ്ത്രീകളുമായിട്ടും എല്ലാം ഡീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെയും കുറ്റവാളികളായിട്ടല്ല ജനിച്ചത്, അല്ലേ? അവരുടെ ജീവിത സാഹചര്യങ്ങളാണ് അവരെ കുറ്റവാളികളാക്കിയത്. ചിലപ്പോൾ അവരുടെ ആന്തരിക മുറിവുകൾ, അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്ന് അവർ നേരിട്ട അനീതി, അല്ലെങ്കിൽ അവർക്ക് ചെറുപ്പത്തിൽ ലഭിക്കാതെ പോയ മാതാപിതാക്കളുടെ സ്നേഹം, അമ്മയുടെ സ്നേഹവും അപ്പൻ്റെ സ്നേഹവും നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾ, അല്ലെങ്കിൽ പൈസയ്ക്കുണ്ടായ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ, അങ്ങനെ ഒത്തിരി ഏറെ സാഹചര്യങ്ങളിലൂടെയാണ് ഇവർ ഓരോരുത്തരും കുറ്റവാളികളായിത്തീരുന്നത്. ഇവരൊക്കെയും വളരെ പ്രഷ്യസ് ആയിട്ടുള്ള സോൾസാണ്. സിസ്റ്റർ അത്ര സ്നേഹത്തോടു കൂടിയാണ് അവരെക്കുറിച്ച് പറയുന്നതെന്നറിയാമോ? അവരൊക്കെയും വളരെ പ്രഷ്യസ് ആയിട്ടുള്ള സോൾസാണ്. അവരിലൊക്കെയും നമുക്ക് ഒത്തിരി നന്മ കാണാൻ പറ്റും. അവരുടെ സാഹചര്യങ്ങളാണ്. അവരെപ്പോലുള്ള മോശപ്പെട്ട സാഹചര്യത്തിലായിരുന്നെങ്കിൽ നമ്മൾ ഒരുപക്ഷെ അതിനേക്കാൾ മോശമായി പോകുമായിരുന്നു. അപ്പം സിസ്റ്റർ എന്നോട് പറഞ്ഞ ഒരു പയ്യൻ, അവനൊരു 22-23 വയസ്സാവും. അപ്പോൾ സിസ്റ്റർ അവനോട് സ്നേഹത്തോടെ സംസാരിച്ചപ്പോൾ അവൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് സിസ്റ്ററിനോട് ചോദിച്ചെന്ന്, സിസ്റ്ററെ, ഞാൻ സിസ്റ്ററിനെ അമ്മ എന്നൊന്ന് വിളിച്ചോട്ടെ, ഞാൻ ആ മടിയിലൊന്ന് കിടന്നോട്ടെ എന്ന് ചോദിച്ചെന്ന്. പ്രായമായ സിസ്റ്റർ. അപ്പം സിസ്റ്റർ പറയാം, അവൻ അമ്മയുടെ സ്നേഹം ലഭിക്കാത്ത കുട്ടിയാണ്. അമ്മയുടെ സ്നേഹം വളരുന്ന ആ പ്രായത്തിൽ അനുഭവിക്കാതെ അതിൻ്റെ മുറിവുകളുമായി വളർന്നവനാണ്. അപ്പോൾ അവൻ അമ്മയുടെ ആ സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുവാണ്. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു, എൻ്റെ ആ റിലീജിയസ് വൊക്കേഷൻ നിന്നെ എൻ്റെ മടിയിൽ കിടത്താൻ എന്നെ അനുവദിക്കുന്നില്ല, പക്ഷെ നിനക്ക് എന്നെ നിൻ്റെ അമ്മയെന്ന് വിളിക്കാം, എൻ്റെ തോളിൽ നിനക്ക് ചാരാം, ഞാൻ നിന്നെ ഒത്തിരി അമ്മയെപ്പോലെ തന്നെ സ്നേഹിക്കുകയും കരുതുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ സിസ്റ്റർ പറയുക, ആ കുഞ്ഞ് ആ പയ്യൻ സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുവാണ്, അല്ലേ? അപ്പോൾ പലപ്പോഴും പലരെയും കുറ്റവാളികളാക്കുന്നത് സമൂഹത്തിൽ നിന്ന് അവർ നേരിടേണ്ടി വരുന്ന തിക്താനുഭവങ്ങളാണ്, അല്ലേ? സമൂഹത്തിൽ നിന്നല്ല, ചിലപ്പോൾ കുടുംബത്തിൽ നിന്ന് തന്നെ നേരിടേണ്ടി വരുന്ന, മിക്കവാറും കുടുംബത്തിൽ നിന്ന് നേരിടേണ്ടി വരുന്ന തിക്താനുഭവങ്ങളാണ് ഒരു മനുഷ്യനെ ഒരു കുറ്റവാളിയോ അല്ലെങ്കിൽ ഒരു മോശപ്പെട്ട വ്യക്തിയോ ഒക്കെ ആക്കി മാറ്റുന്നത്, അല്ലേ? എല്ലാവരും ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരാണ്, അല്ലേ? അപ്പം അവരെ നല്ലവരും ചീത്തയാളുകളും ആക്കുന്നത് ചുറ്റുമുള്ള ആളുകൾക്കും ഒരു റോളുണ്ട്, അല്ലേ? ഒരു കുഞ്ഞ് ജനിച്ച് വീഴുന്നത് ഒരു നിഷ്കളങ്കനായ ഒരു ബാലനോ ബാലികയോ ആയിട്ടാണ്, അല്ലേ? ആ സാഹചര്യങ്ങളും അവന് ലഭിക്കുന്ന സ്നേഹവും ഒക്കെയാണ് അവൻ്റെ ആ ക്യാരക്ടർ ഫോർമേഷനെ തീരുമാനിക്കുന്നത്, അല്ലേ? ക്യാരക്ടർ ഫോർമേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതും. അപ്പോൾ സിസ്റ്റർ അത് പറഞ്ഞപ്പോൾ എനിക്ക് വല്ലാതെ അതൊരു വളരെ ടച്ചിങ് ആയിട്ട് തോന്നി. സിസ്റ്റർ ഇത് മാത്രമല്ല, ഒത്തിരിയേറെ അനുഭവങ്ങൾ പറഞ്ഞു പ്രസൻറ്റ് മിനിസ്ട്രിയിൽ. അപ്പം നമുക്കെല്ലാവർക്കും സിസ്റ്ററിനെ പോലെ ഒരു കോളായിരിക്കത്തില്ല, അല്ലെങ്കിൽ പ്രസൻറ്റ് മിനിസ്ട്രിയിൽ പോയിട്ട് അത് ചെയ്യാനുള്ള കോളായിരിക്കത്തില്ല എല്ലാവർക്കും, അല്ലേ? പക്ഷേ നമുക്ക് തന്നെ ചുറ്റും നോക്കിയാൽ ഒത്തിരിയേറെ ആൾക്കാരെ നമുക്ക് സഹായിക്കാൻ സാധിക്കും, അല്ലേ? പണം കൊണ്ട് മാത്രമല്ല, പണം കൊണ്ട് സഹായിക്കുന്നത് ഒരു ആസ്പെക്റ്റ്, നമ്മളുടെ സ്നേഹം കൊണ്ട്, നമ്മുടെ കാരുണ്യം കൊണ്ട്, നമ്മുടെ വാക്കുകൾ കൊണ്ട്, നമ്മുടെ പ്രാർത്ഥന കൊണ്ട് ഒക്കെ ഒത്തിരിയേറെ പേരെ നമുക്ക് അപ്ലിഫ്റ്റ് ചെയ്യാൻ പറ്റും, അല്ലേ? ചിലർക്ക് ജസ്റ്റ് ഒരു ഇമോഷണൽ സപ്പോർട്ട് മതിയായിരിക്കും, അല്ലേ? ആ സപ്പോർട്ട് കിട്ടിയാൽ അവരെ ചിലപ്പോൾ ആത്മഹത്യയിൽ നിന്ന് നമുക്ക് അവരെ വലിച്ചു കയറ്റാൻ പറ്റുമായിരിക്കും, അല്ലേ? അപ്പോൾ അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാരുണ്യ പ്രവൃത്തികളാണ്. അപ്പോൾ ഞാനിതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നിയത്, ഫസ്റ്റ് ഇറ്റ് ഷുഡ് ബിഗിൻ അറ്റ് ഹോം, അല്ലേ? ചാരിറ്റി ഷുഡ് ബിഗിൻ അറ്റ് ഹോം. നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ വേണം അത് സ്റ്റാർട്ട് ചെയ്യാൻ, അല്ലേ? നമ്മുടെ വീട്ടിൽ ദൈവം നമ്മളെ ഏൽപ്പിച്ച ഒത്തിരിയേറെ കൂട്ടിച്ചേർത്ത ഒത്തിരിയേറെ ബന്ധങ്ങളുണ്ട്, അല്ലേ? ഇപ്പം എന്നെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ എൻ്റെ 5 മക്കളുണ്ട്, ഹസ്ബൻഡുണ്ട്, എൻ്റെ മദർ ഇൻ ലോ ഉണ്ട്, എൻ്റെ സ്വന്തം അമ്മയുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഫാദർ ഇൻ ലോയും എൻ്റെ ഇവിടെ തന്നെയാണ് താമസിച്ചത്. അപ്പോൾ ദൈവം കൂട്ടിച്ചേർത്ത ഒത്തിരിയേറെ മനുഷ്യരുണ്ട്, അല്ലേ? അവർക്കൊക്കെ ഒത്തിരി സ്നേഹത്തിൻ്റെ ആവശ്യമുണ്ട്, ഒത്തിരി കരുതലിൻ്റെ ആവശ്യമുണ്ട്, ഒത്തിരി ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ കൊടുക്കുമ്പം അതും ചാരിറ്റിയാണ്, അല്ലേ? അതും സ്വർഗം വലിയ വില തരുന്നുണ്ട് കേട്ടോ. അത് എനിക്ക് ഒത്തിരി എക്സാമ്പിൾ പറയാം. എൻ്റെ കുടുംബത്തിലെ ഇതിൽ വെച്ച് തന്നെ എനിക്ക് ഒത്തിരി എക്സാമ്പിൾ പറയാം. പക്ഷെ ഒരു കാര്യം മാത്രം ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നു. എല്ലാം കൂടെ പറഞ്ഞാൽ സമയവും പോവും, എല്ലാം പറയേണ്ട ആവശ്യവുമില്ല. അപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് എനിക്കൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. ഞാൻ വർക്ക് ചെയ്തത്, ഇപ്പോൾ ജോലി ചെയ്യുന്നല്ല, ഇതിന് മുമ്പത്തെ കമ്പനിയിൽ നിന്ന് എനിക്ക് US പോയിട്ട് വേണമെങ്കിൽ സെറ്റിൽ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. എൻ്റെ L1 വിസ പ്രോസസ്സ് ചെയ്ത് എനിക്ക് L1 വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടിയ ആളാണ്. അപ്പോൾ L1 വിസ ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ നാൾ പോവുകയും ഹസ്ബൻഡിനെയും കൊണ്ടുപോയിട്ട് ഹസ്ബൻഡിനും അവിടെ ജോലി ചെയ്യാം. അങ്ങനെ ഒരു ഓപ്ഷൻ വന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കുറേ സമയം അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, ഓൾറെഡി ഹസ്ബൻഡിൻ്റെ ബ്രദർ വെളിയിലാണ്,
അപ്പം ഹസ്ബൻഡ് മാത്രമേ നാട്ടിലുള്ളൂ. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ചാച്ചനും അമ്മയും പ്രായമായി വരുവാണ്, അവർക്ക് നമ്മളുടെ സപ്പോർട്ട് കൂടുതൽ ആവശ്യമുള്ള സമയമാണ്. അപ്പം നമ്മൾ ചിലപ്പം US പോയി കഴിഞ്ഞാൽ അവർക്ക് ആവശ്യമുള്ള ഒരു സമയത്ത് ചാച്ചനൊരു ഹാർട്ട് പേഷ്യൻ്റ് ആയിരുന്നു. അപ്പം നമുക്ക് പെട്ടെന്ന് ഇവിടെ തിരിച്ചു വരാനോ അല്ലെങ്കിൽ അത്രയും കൂടുതൽ കാലം വേണമെങ്കിൽ കൂടെ നിൽക്കാനോ ഒന്നും സാധിക്കത്തില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മളത് ചെയ്യണ്ട, നമ്മുടെ പ്രയോറിറ്റീസ് സ്ലൈറ്റ്ലി ഡിഫറെൻ്റ് ആണ്, നമുക്ക് പോകേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. നമ്മളിവിടെ തന്നെ നമുക്ക് കുഴപ്പമില്ലല്ലോ, അവിടെ പോയാലും നമുക്ക് കുറച്ച് ബെനിഫിറ്റ്സ് വരും അല്ലേ, ഇവിടുത്തെ വെച്ച് നോക്കുമ്പോൾ അവിടെ കുറച്ച് ഫൈനാൻഷ്യൽ ഗെയിൻ വരും, പക്ഷേ നമുക്ക് നഷ്ടപ്പെടുന്ന ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് നമുക്ക് പോകണ്ട എന്നുള്ളൊരു തീരുമാനത്തിലെത്തി. അപ്പം നമ്മളൊരു ഫൈനാൻസ് മാത്രം ചിന്തിക്കുന്ന അല്ലെ പൈസയ്ക്ക് പ്രയോറിറ്റി കൊടുക്കുന്ന അല്ലെ പൈസ ഒന്നാം സ്ഥാനം കാണുന്ന ആളാണെങ്കിൽ അത് നമുക്കൊരു നഷ്ടമാണ് അല്ലേ, നമുക്ക് കിട്ടാവുന്ന വലിയൊരു ഓപ്പർച്യൂണിറ്റി വേണ്ടാന്ന് വെച്ചത് അല്ലേ. പക്ഷേ ഞാനും എൻ്റെ ഹസ്ബൻഡും അതിൽ വളരെ ക്ലിയർ ആയിരുന്നു. നമ്മുടെ പേരൻസിൻ്റെ കാര്യങ്ങൾ നോക്കുക, അവർ പ്രായമാകുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുക, നമ്മളെ കൊണ്ട് സാധിക്കുന്ന എല്ലാം ചെയ്യുക, അത് നമ്മുടെ പ്രയോറിറ്റിയാണ്. അതുപോലെ തന്നെ പിള്ളേർക്ക് വേണ്ടിയും ഞാൻ ഓർത്തു ഇവിടെ തുടരുന്നതാണ് പിള്ളേർക്കും നല്ലതെന്നൊരു തോന്നൽ എൻ്റെ ഹൃദയത്തിലും വന്നു. അപ്പം ഞങ്ങൾ ആ ഒരു ഡിസിഷൻ വേണ്ടാന്ന് വെച്ചു. പക്ഷെ അതുകൊണ്ട് ചാച്ചൻ സുഖമില്ലാതെ അധികം താമസിക്കാതെ തന്നെ ചാച്ചൻ സുഖമില്ലാതെ വന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഡാഡിക്ക് സുഖമില്ലാതെ വന്നു. ഡാഡി 1 വർഷത്തോളം സുഖമില്ലാതിരുന്നു. അപ്പം ഞങ്ങൾ ഇവിടെ ആയിരുന്നുകൊണ്ട് ഞങ്ങൾക്ക് കൂടെ പോകാനും അവിടെ നിൽക്കാനും സപ്പോർട്ട് ചെയ്യാനും വേണ്ടതായ എല്ലാ ഇമോഷണൽ സപ്പോർട്ടും എല്ലാ ആശുപത്രി പല പ്രാവശ്യം പോകേണ്ട ആവശ്യങ്ങളുണ്ട്, എല്ലാം ചെയ്യാനായിട്ടുള്ള ഒത്തിരി സാഹചര്യങ്ങൾ നമുക്ക് കിട്ടി. നമ്മൾ അവിടെ പോയിരുന്നെങ്കിൽ ഇതെല്ലാം നമ്മൾ മിസ്സായി പോകുമായിരുന്നു. ഇതൊന്നും നമുക്ക് ചെയ്യാൻ സാധിക്കത്തില്ലായിരുന്നു. ഇതൊന്നും പകരം ചെയ്യാൻ വേറൊരാളും ഇവിടെ ഇല്ലായിരുന്നു താനും. എൻ്റെ ബ്രദറും US ഹസ്ബൻഡിൻ്റെ ബ്രദറും US എൻ്റെ ഇളയ സിസ്റ്റർ ഡാഡിക്ക് സുഖമില്ലാഞ്ഞപ്പോൾ കൊച്ചുകുട്ടി അവളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല, പഠിച്ച എഞ്ചിനീയറിംഗ് കഴിഞ്ഞേ ഉള്ളായിരുന്നു. അപ്പോൾ വേറൊരാളുമില്ല. അപ്പം ദൈവം നിശ്ചയിച്ചാണ് ഞങ്ങൾ അവരെ ടേക്ക് കെയർ ചെയ്യണമെന്ന്. അപ്പം ഞങ്ങൾ അതിലെ ഫൈനാൻസ് നോക്കി പോവുമായിരുന്നെങ്കിൽ ഞങ്ങൾക്കത് ആ ഒരു സമയവും ആ ഓപ്പർച്യൂണിറ്റിയും പിന്നെ നമുക്കതൊരു റിഗ്രറ്റാണ് നോക്കാൻ പറ്റിയില്ല എന്ന്. പക്ഷെ പിന്നീട് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ എന്തിനാ വേണ്ടിയാ പോകുന്നത്, ജസ്റ്റ് കുറച്ച് ഫൈനാൻസ് ബെറ്റർ അവിടെ പോയാൽ അല്ലേ. പക്ഷെ ആ ഒരു നഷ്ടവും ദൈവം ഞങ്ങൾക്ക് വരുത്തിയില്ല. ഇവിടെ അവിടെ പോകുമ്പോൾ നമുക്കുണ്ടാകാമായിരുന്നതിനേക്കാൾ അധികമായ ഫൈനാൻഷ്യൽ ആൻഡ് മെറ്റീരിയൽ ബ്ലെസ്സിങ്സ് തന്ന് ദൈവം ഞങ്ങളെ ഇവിടെ തന്നെ അനുഗ്രഹിച്ചു. അപ്പം അതൊന്നും ഓർത്തോ പ്രതീക്ഷിച്ചോ ഒന്നും അല്ല നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ദശാംശം കൊടുക്കുമ്പോൾ തിരിച്ച് കിട്ടുമെന്ന് പറയുമ്പോഴും നമ്മളൊരിക്കലും തിരിച്ച് കിട്ടും എന്ന് വിചാരിച്ചല്ല നമ്മൾ കൊടുക്കേണ്ടത് അല്ലേ. അങ്ങനെ നമ്മൾ ഓക്കെ അങ്ങനെ കിട്ടും, അങ്ങനെ ഒരു റൂളുണ്ട് എന്ന് പറഞ്ഞ് കൊടുത്താൽ ചിലപ്പോൾ കിട്ടുമോ എന്നും എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ കൊടുക്കുമ്പോൾ നമ്മളൊരു പ്യുവർ മനസ്സോടുകൂടി തന്നെ ചെയ്യുക. അപ്പം അത് കാണുന്ന ദൈവം നമ്മൾക്ക് വേണ്ടതായ റിവാർഡ് തരും. അത് ഈ ലോകത്തിലല്ലെങ്കിൽ പരലോകത്തിലാണെങ്കിലും നമുക്ക് ലഭിക്കും. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഒരു ഉറപ്പുള്ളൊരു കാര്യമാണ്. അപ്പം ചാരിറ്റി ഷുഡ് ബിഗിൻ അറ്റ് ഹോം. നമ്മുടെ വീട്ടിൽ തന്നെ ദൈവം നമുക്ക് കൂട്ടിച്ചേർത്തുന്ന ആൾക്കാർക്ക് വേണ്ടതായ സ്നേഹവും ഇമോഷണൽ സപ്പോർട്ടും മെൻ്റൽ സപ്പോർട്ടും. ചിലപ്പോൾ പ്രായമാകുമ്പോൾ അവർക്കൊരു അസുഖങ്ങൾ വരാം, ആ സമയത്ത് നമ്മൾ അവരെ ടേക്ക് കെയർ ചെയ്യണം. അല്ലെങ്കിൽ പല കാര്യങ്ങളുണ്ടായിരിക്കാം അല്ലേ, അവരുടെയും ഒരു ചേഞ്ച് അല്ലേ, അവർ മോടി നടന്നതിൽ നിന്ന് പെട്ടെന്ന് അവർക്കും പ്രായമാകുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് കൂടെ നിൽക്കുക എന്നൊക്കെ പറയുന്നത് വലിയൊരു ബ്ലെസ്സിങ് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും കേട്ടോ. ഒത്തിരി ബ്ലെസ്സിങ് ഞങ്ങൾക്ക് അതുവഴി വന്നിട്ടുണ്ട്. അത് ഇപ്പം ഞാൻ പറയാനായിട്ട് എനിക്ക് സമയമില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷെ ഒത്തിരിയേറെ ബ്ലെസ്സിങ്സ് ചാച്ചനെയും ഡാഡിയൊക്കെ നോക്കിയപ്പോൾ ഒത്തിരി ബ്ലെസ്സിങ്സ് ഞങ്ങളുടെ ജീവിതത്തിലേക്കും കടന്നു വന്നിട്ടുണ്ട്. അപ്പം ദൈവം എല്ലാത്തിനും പ്രതിസമ്മാനം നൽകുന്നവനാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ. സിസ്റ്റർ ചെയ്തതുപോലെ പ്രസന്റ് മിനിസ്ട്രിയോ അല്ലെങ്കിൽ മദർ തെരേസ ചെയ്തതുപോലെയുള്ള സേവനമൊന്നും ചെയ്യാനായിട്ട് ചിലപ്പം നമുക്ക് അത്രയ്ക്കുള്ള ഒരു സാഹചര്യങ്ങളോ അല്ലെങ്കിൽ അതുപോലെ ഒരു അത്രയും വലിയ ഹൃദയവിശാലതയോ ഒന്നും നമുക്ക് കാണത്തില്ല അല്ലേ. എങ്കിൽ പോലും നമ്മളെ കൊണ്ട് സാധിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം കൂട്ടിച്ചേർത്ത വ്യക്തികൾക്ക് നമുക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കാം അല്ലേ. ചിലപ്പോൾ മക്കളോട് തന്നെ നമുക്ക് കാരുണ്യത്തോടെ പെരുമാറാം അല്ലേ. അവർക്ക് വേണ്ട ഇമോഷണൽ സപ്പോർട്ട്, അവർക്ക് വേണ്ടതായ കാര്യങ്ങൾ. ഇപ്പം ഞാൻ എൻ്റെ 5 മക്കളെ വളർത്തുന്നതുകൊണ്ട് എനിക്കറിയാം 5 പേരും 5 സ്വഭാവക്കാരാണ്. അപ്പം ഞാൻ എന്നും ദൈവത്തോട് പ്രാർത്ഥിക്കും, എൻ്റെ ദൈവമേ 5 പേരെയും വേണ്ടതുപോലെ വളർത്താനുള്ള ഒരു ജ്ഞാനം തരണേ. ഇപ്പം മോളോട് ഡീൽ ചെയ്യുന്ന പോലെ മോനോട് ഡീൽ ചെയ്താൽ അത് വർക്കാകത്തില്ല. കാരണം അവൻ ടോട്ടലി ഒരു ഡിഫറെൻറ്റ് പേഴ്സണാലിറ്റിയാണ് അല്ലേ. അവൻ്റെ നീഡ്സും അവൻ്റെ ടെമ്പറമെൻറ്റും വ്യത്യാസമാണ്, മോളുടെ നീഡ്സും അവളുടെ ടെമ്പറമെൻറ്റും വ്യത്യാസമാണ് അല്ലേ. അപ്പം അതൊക്കെ ഞാൻ ഇപ്പോഴും ദൈവത്തോട് ജ്ഞാനം ചോദിക്കും. അപ്പം
ചാരിറ്റി ഷുഡ് ബിഗിൻ അറ്റ് ഹോം. നമ്മുടെ വീട്ടിൽ, നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ, നമ്മുടെ ബന്ധുക്കൾ, അവരോടെല്ലാം നമ്മൾ ഫസ്റ്റ് ചാരിറ്റബിൾ ആയിരിക്കണം. നമ്മൾ സഹിഷ്ണുതയുള്ളവരായിരിക്കണം, അല്ലേ? ഇന്നത്തെ സമൂഹത്തിൽ നമുക്ക് സഹിഷ്ണുത കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടമാണോ എന്നെനിക്ക് പലപ്പോഴും സംശയം തോന്നും. അപ്പം നമ്മൾ എല്ലാത്തിനും റിയാക്ട് ചെയ്യുന്നവരാണ്. കേൾക്കുന്നതിന് മുമ്പേ നമ്മുടെ ആശയത്തോട് എതിർക്കുന്നവരാണ് ഇമ്മീഡിയറ്റ്ലി നമ്മൾ റിയാക്ട് ചെയ്യും, അല്ലേ? നമ്മുടെ സഹിഷ്ണുത അല്ലെങ്കിൽ ക്ഷമിക്കാനുള്ള കഴിവ് ഒക്കെ കുറഞ്ഞു പോകുന്നു എന്ന് ചിലപ്പോൾ എനിക്കൊരു സംശയം തോന്നും. പക്ഷേ അതെല്ലാം ചാരിറ്റിയുടെ ഒരു ഭാഗമാണ് കേട്ടോ. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഒത്തിരി അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അപ്പം ചാരിറ്റി എന്ന് പറയുന്നത് സമ്പത്ത് മാത്രമല്ല, അത് നമ്മുടെ സമയം കൊടുക്കുന്നതാണ്, അത് നമ്മുടെ ആരോഗ്യം വെച്ച് നമ്മൾ സർവീസ് ചെയ്യുന്നതാണ്, നമ്മളവരെ സ്നേഹിക്കുന്നതാണ്, അവരോട് ചാരിറ്റബിളായിട്ട് സംസാരിക്കുന്നതാണ്, അവരോട് സിമ്പതൈസ് ചെയ്യുന്നതാണ്, അവരുടെ തെറ്റുകൾ ക്ഷമിക്കുന്നതാണ്, അവരോട് സഹിഷ്ണുതയോടെ പെരുമാറുന്നതാണ്. ഇതെല്ലാം കൂടിച്ചേരുന്നതാണ് ചാരിറ്റി, അല്ലേ? അപ്പോൾ ചാരിറ്റി നമ്മുടെ കുടുംബത്തിൽ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. അതുപോലെ തന്നെ നമുക്ക് ദൈവത്തോട് തന്നെ, ചിലപ്പം എനിക്ക് ഈ ഒരു കോൺസെപ്റ്റ് ഇല്ലായിരുന്നു കേട്ടോ, ദൈവത്തോട് നമുക്ക് ജനറസ് ആയിരിക്കാമോ എന്ന്. അപ്പോൾ പിന്നീട് ഒരു സമയത്താണ് എനിക്കത് മനസ്സിലായി. ഞാനത് പറയാമേ. ആ ഒരു ഇൻസിഡൻറ്റ് അതെനിക്ക് എൻ്റെ ഹൃദയത്തെ വല്ലാതെ ടച്ച് ചെയ്ത ഒരു സംഭവമാണ്. അപ്പം ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ബോയ്സൊക്കെ ചെറിയതായിരുന്നു. മോളും പിന്നെ എൻ്റെ ബോയ്സ് എനിക്ക് മേ ബി ഒരു 5-ലോ 6-ലോ ഒക്കെ പഠിക്കുന്ന സമയമായിരിക്കും. അപ്പോൾ ഇവരെല്ലാം ഓൾട്ടറിൽ സെർവ് ചെയ്യുമായിരുന്നു. മൂത്ത മോളും 2ാമത്തെ മോനും 3ാമത്തെ മോനും ഓൾട്ടർ സെർവേഴ്സ് ആയിരുന്നു. അപ്പം ഇപ്പം എല്ലാവരും സെർവ് ചെയ്തിട്ടുണ്ട്. ഇപ്പം അന്ന് 3 പേര് ഓൾട്ടർ സെർവേഴ്സ് ആയിരുന്നു. അപ്പം അന്നത്തെ എൻ്റെ ഞങ്ങളുടെ പാരിഷ് പ്രീസ്റ്റ്, അപ്പം ഞാനിങ്ങനെ കുർബാന കഴിഞ്ഞിട്ട് പടി ഇറങ്ങി ഇങ്ങനെ വരുമ്പോഴത്തേക്ക് 5 പിള്ളേരും ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ മറ്റവരൊക്കെ കുറച്ചും കൂടെ ഏറ്റവും ഇളയ പിള്ളേർ വളരെ ചെറുതാണ്. അപ്പം അച്ഛൻ എന്നോട് പറഞ്ഞു, ഒരാളെ ഞങ്ങൾക്ക് തരണം എന്ന് പറഞ്ഞു. ഒരാളെ ഞങ്ങൾക്ക് തരണം എന്നാണ്, ദൈവത്തിന് തരണം എന്നാണ്. അപ്പം അച്ഛൻ ഉദ്ദേശിച്ചത് ഒരാളെ അച്ഛനാകാനായിട്ട് വിടണം എന്നാണ് അച്ഛൻ ഉദ്ദേശിച്ചത്. അപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞു, ഗോഡ് ക്യാൻ ചൂസ് ദ ബെസ്റ്റ്. ആരാണോ ബെസ്റ്റ് എന്ന് ദൈവത്തിന് തോന്നുന്നത് അവരെ ദൈവത്തിന് എടുക്കാമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ കണ്ണിൽ എല്ലാവരും ബെസ്റ്റാണ്, അല്ലേ? എൻ്റെ പിള്ളേർ തമ്മിൽ ഞാൻ ഒരു തരംതിരിവും വെക്കുന്നില്ല. എൻ്റെ കണ്ണിൽ എല്ലാവരും ബെസ്റ്റാണ്. പക്ഷെ ഹൃദയങ്ങളെ നോക്കുന്നവനായ ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ ഏറ്റവും സ്യൂട്ടബിൾ ആരാണ്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഹി ക്യാൻ ചൂസ് ദ ബെസ്റ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛനും വളരെ സന്തോഷമായി. അച്ഛനും അതൊന്നുകൂടെ അങ്ങ് റിപ്പീറ്റ് ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ ആ കോൺവെർസേഷൻ അങ്ങ് പോന്നു. അപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞിട്ട്, എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷമാണോ ഒരു 1.5 വർഷം മുമ്പ്, ഞാൻ പറഞ്ഞിട്ടില്ലേ എൻ്റെ ബെഡ്റൂമിൻ്റെ ജനലിൽ നിന്ന് നോക്കിയാൽ ഒരു ലേക്കാണ് കാണുന്നത്. അപ്പോൾ അതെനിക്കൊരു വളരെ ഒരു മെഡിറ്റേറ്റീവ് ഫീലാണ്. അതിലൂടെ ഇങ്ങനെ ആ ഒരു ലേക്കിലേക്ക് നോക്കി നിൽക്കുമ്പോൾ പലപ്പോഴും ഈശോ എന്നോട് സംസാരിക്കാറുള്ളത് ആ ഒരു സമയത്താണ്. അപ്പം ഇങ്ങനെ ഞാനിങ്ങനെ വെറുതെ ആ ലേക്കിലേക്ക് നോക്കിക്കൊണ്ട് നിന്നപ്പം ഞാനൊരു സ്വരം കേൾക്കുവാണ്, നീ പറഞ്ഞല്ലോ ഐ ക്യാൻ ചൂസ് ദ ബെസ്റ്റ് എന്ന്. വാട്ട് ഇഫ് ഐ തിങ്ക് ഓൾ ദ 5 ആർ ബെസ്റ്റ്? എല്ലാവരും ബെസ്റ്റാണെന്ന് ഞാൻ വിചാരിച്ചാൽ നീ എന്ത് പറയുമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഇഫ് യു തിങ്ക് ഓൾ ദ 5 ആർ ബെസ്റ്റ് യു ക്യാൻ ചൂസ് ഓൾ ഓഫ് ദം എന്ന് പറഞ്ഞു. ഞാനത് ഇങ്ങനെ പറയുകയും, ഞാൻ വാഗൊണ്ടൊന്നും പറയുമല്ല, എൻ്റെ ഹൃദയത്തിലുള്ള സംഭാഷണം തന്നെയാണ്. എൻ്റെ ഹൃദയത്തോട് സംസാരിക്കുന്ന ദൈവത്തിൻ്റെ സ്വരമാണ് ഞാൻ കേട്ടതെന്ന്. അപ്പം ഹൃദയത്തിൽ നിന്ന് ഞാൻ പറഞ്ഞു, എല്ലാവരും ഇഫ് യു തിങ്ക് ഓൾ ദ 5 ആർ ബെസ്റ്റ് യു ക്യാൻ ചൂസ് ഓൾ ഓഫ് ദം എന്ന് പറയുകയും, ഞാനൊരു സ്വരം കേൾക്കുകയും എൻ്റെ കണ്ണിൽ ഒരു ബുക്ക് കാണുകയും, അതായത് ഒരു ബുക്ക് ഇങ്ങനെ തുറക്കുന്നു, ഒരു ഗോൾഡൻ ലിപിയിൽ എഴുതിയിട്ട് ഞാനൊരു സ്വരം കേൾക്കുകയാണ്, മാർക്ക് ഹെർ ജനറോസിറ്റി എന്ന്. മാർക്ക് ഹെർ ജനറോസിറ്റി എന്ന് പറയുന്ന ഒരു സ്വരം ഞാൻ കൃത്യമായിട്ട് കേട്ടു. എന്നെക്കുറിച്ച് കർത്താവ് എഴുതുവാണ് ആ ഒരു നിമിഷം. അപ്പോൾ അത് എനിക്ക് ഭയങ്കര ഒരു ടച്ചിങ് ആയി, അല്ലേ? അപ്പം ദൈവത്തോട് പോലും നമുക്ക് ജനറസ് ആയിരിക്കാം. അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് മദർ മേരി, അല്ലേ? അങ്ങയുടെ ഹിതം പോലെ നമുക്ക് ആർക്കും എത്താൻ മേലാത്ത ഒരു വലിയ ഉന്നത സ്ഥാനത്താണ് മദർ മേരി, അല്ലേ? അപ്പം അമ്മ എല്ലാത്തിനും ആമേൻ പറഞ്ഞ അമ്മയാണ് ജനറോസിറ്റിയുടെ ഏറ്റവും വലിയ എക്സാമ്പിൾ, അല്ലേ? ചാരിറ്റിയുടെ ഒരു വലിയ റോൾ മോഡൽ എന്ന് പറയുന്നത്, അല്ലേ? പിന്നെ രക്ഷകനോടുള്ള സ്നേഹത്തെ പ്രതി ജീവൻ കൊടുത്ത എല്ലാ സെയിൻസും, എല്ലാ വിശുദ്ധരും, അവരൊക്കെയും ജീവിക്കുന്ന എക്സാമ്പിൾസാണ് ചാരിറ്റിയുടെ, അല്ലേ? നമ്മൾ പൈസ കൊടുത്തെന്ന് പറഞ്ഞവന് ഒരു ചെറിയ കാര്യമല്ല, പൈസ കൊടുക്കുന്ന ചെറിയ കാര്യമാണ്. അവരവരുടെ ജീവിതം തന്നെയാണ് ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി, അവരുടെ ജീവിതവും അവർക്ക് ലാഭമാകാമായിരുന്ന എല്ലാ ബന്ധങ്ങളും എല്ലാ നേട്ടങ്ങളും എല്ലാം ഉപേക്ഷിച്ച് രക്ഷകനെ പിൻഗമിച്ചവരാണ്, അല്ലേ?
കുഞ്ഞാട് പോകുന്നിടത്ത് അവനെ പിൻഗമിച്ച ആൾക്കാരല്ലേ, വെളിപാടിൽ നമ്മൾ കാണുന്നുണ്ട് അല്ലേ. അതുപോലുള്ള ശുദ്ധാത്മാക്കളാണ് അല്ലേ. അവരൊക്കെയാണ് ചാരിറ്റിയുടെയും ജനറോസിറ്റിയുടെയും ഒക്കെ റോൾ മോഡൽസ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അവരെയൊക്കെ കണ്ട് നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാനായിട്ട് ട്രൈ ചെയ്യുക. എന്നിട്ട് പയ്യെ പയ്യെ വളരുക. അപ്പം ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ഇതൊന്നും ഓവർനൈറ്റ് ട്രാൻസ്ഫോർമേഷൻ അല്ല, വർഷങ്ങളുടെ ഗോവണികയറ്റമാണ് അല്ലേ. വർഷങ്ങളെടുത്ത് ആ ഒരു സ്റ്റേജിലേക്ക് എത്താനായിട്ട് വർഷങ്ങൾ പരിശ്രമിച്ചിട്ടാണ് ധനമോഹം തന്നെ വിട്ടുപോകുന്നത്. അപ്പം എല്ലാവർക്കും ആ ഗോവണികയറ്റം എളുപ്പമല്ല. പക്ഷെ നമ്മൾ കയറിക്കൊണ്ടിരിക്കുക അങ്ങനെ ആ യാക്കോബ് കണ്ട ഗോവണിക്ക് ഒത്തിരി പടികളുണ്ടായിരുന്നു അല്ലേ. ഓരോ പടി കയറാനും ഒരു ആയാസമുണ്ട്. അങ്ങനെയാണ് നമ്മൾ ചാരിറ്റിയിലും പെർഫെക്റ്റ് ആകുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ദൈവത്തിന് കൊടുക്കുന്ന ഒരു കാര്യത്തിനും ഇന്ന് നമ്മൾ കണക്ക് വെക്കരുതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അല്ലേ. ഞാൻ എപ്പോഴും ഓർക്കും, ദൈവം എന്നോട് എന്ത് ചോദിച്ചാലും ഞാനതിനൊരു കണക്ക് വെക്കരുത്. അല്ലെ ഒരു 10%, 15%, 20%, അല്ലെ അങ്ങനെയൊന്നും ഒരിക്കൽ പോലും മനസ്സിൽ പോലും വിചാരിക്കരുതെന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കും. കാരണം എൻ്റെ ദൈവം എന്നോട് അങ്ങനെയല്ല ഡീൽ ചെയ്തത്. അവൻ സ്വർഗം വിട്ട് ഇറങ്ങി വന്ന് എനിക്ക് വേണ്ടി സുജീവനെ മറുവിലയായി തന്നു അല്ലേ. അപ്പോൾ അതിനവനൊരു കണക്കും വെച്ചില്ല. ജീവനെ തന്നെ മറുവിലയായി തന്നു. ജീവൻ വെടിഞ്ഞു. അപ്പം എൻ്റെ ദൈവം ഒരു കണക്കും അതിൽ വെച്ചില്ല, ഒരു കണക്കും പറഞ്ഞുമില്ല. ജീവൻ തന്നാണ് അവൻ സ്നേഹിച്ചത്. അപ്പോൾ അത് എൻ്റെ മാത്രമല്ല, എല്ലാവരുടെ അനുഭവം അത് കേട്ടോ. ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ മാത്രമേ ഉണ്ടായിരുന്നുവെങ്കിലും ആ മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി ക്രിസ്തു മനുഷ്യാവതാരം ചെയ്ത് ഭൂമിയിലേക്ക് വരികയും അവന് വേണ്ടി തന്നെ മറുവിലയായി നൽകുകയും ചെയ്യുമായിരുന്നു. അതാണ് ദൈവസ്നേഹം. ആ ദൈവം നമുക്ക് വേണ്ടി ചെയ്തതിനൊന്നും കണക്ക് വെച്ചിട്ടില്ല. അപ്പം ദൈവത്തിന് നമ്മൾ കൊടുക്കുന്നതിനും ഒരു കണക്കും വെക്കരുതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതാണ് ഈ ചാരിറ്റിയുടെ സെക്കൻഡ് ക്ലാസ്സിൽ ഞാൻ പറയാനായിട്ട് ആഗ്രഹിച്ചത്. അപ്പം അത് എളുപ്പമാണോ എന്ന് ചോദിച്ചാൽ ഡേ 1 എളുപ്പമല്ല. അത് പക്ഷേ നമ്മൾ കയറണം അല്ലേ. കയറിക്കൊണ്ട് ആ ഒരു പോയിന്റ് എത്തണം അല്ലേ. ആ ഒരു മലകയറ്റമാണ് അല്ലെ, ആ ഒരു സ്റ്റെപ്പ് കയറ്റമാണ് ആത്മീയ ജീവിതം എന്ന് പറയുന്നത്. അപ്പം ചാരിറ്റിയെക്കുറിച്ചുള്ള ഈ സെക്കൻഡ് ക്ലാസ് അത് പറഞ്ഞുകൊണ്ട് ചാരിറ്റിയുടെ ക്ലാസ് തീർന്നു. 2 ക്ലാസ്സാണ് ഞാൻ കവർ ചെയ്യാനായിട്ട് ആഗ്രഹിച്ചത്. അപ്പം ഈ ക്ലാസ്സിൽ ഇതാണ് ഞാൻ പറയാൻ ആഗ്രഹിച്ചത്. സമ്പത്ത് മാത്രമല്ല, നമ്മളെ തന്നെ മുഴുവനായി നൽകുന്നതാണ് ചാരിറ്റി എന്ന് പറയുന്നത്. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.